ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ഐഡി പിൻ ചെയ്ത് വെച്ചേക്കാം, ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ നമ്മൾ കളിക്കുമെന്ന് നൈറ്റ് 7 to 9 വരെ. അത് ഇന്നലെ ആയിരുന്നു നമ്മൾ കളിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെട്ടു, കുറച്ച് നേരം അവരുടെ ഒപ്പം കളിക്കാനായിട്ടൊക്കെ പറ്റി. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കളിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണെന്ന്. അപ്പോൾ റെയർലെസ് ഇന്ന് നമ്മുടെ കൂടെ കളിക്കാനുണ്ടായിരുന്നില്ല. റെയർലെസ്സിൻ്റെ അക്കൗണ്ട് എന്തോ പറ്റി, അതുകൊണ്ട് പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങി. പക്ഷേ ഇപ്പോൾ ലെവലില്ല ഗൈസ്. അതുകൊണ്ട് റെയർലെസ്സിന് ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കണമെന്ന്, പക്ഷേ വരാൻ പറ്റിയില്ല ഗൈസ്. ഇതിൽ തമിഴെന്നും പറഞ്ഞ് നെയിം കൊടുത്തേക്കുന്നത് മാത്രം നമ്മുടെ സ്ക്വാഡിൽ സ്ട്രേഞ്ചർ ആയിട്ടുള്ളൂ. ബാക്കി രണ്ടുപേരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അതിൽ എൽ ഡ്രാഗോയിനെയും ഈ ജാസ്നോയിനെയും ഇനി ഇടയ്ക്കുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അവർ നമ്മുടെ സ്ക്വാഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് അവരെ പ്രതീക്ഷിക്കാം ഇനിയുള്ള വീഡിയോസിൽ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ആ വീഡിയോ ഇട്ടെങ്കിൽ പോലും എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ലൈവ് ഒന്നും വരാത്തത് കാരണം എത്രത്തോളം അത് എഫക്റ്റീവ് ആവുന്നു. നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ടീം കോഡ് ഇട്ടും പിന്നെ FFൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടും ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇടുന്നവരെ അക്സെപ്റ്റ് ചെയ്തൊക്കെയായിരുന്നു നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ കളിച്ചത്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗൈസ്, ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് എനിക്കത് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ നിങ്ങളിൽ കുറച്ച് പേരോടൊക്കെ സംസാരിക്കാനായിട്ട് പറ്റി. പിന്നെ ഇന്നലെ ടീം കോഡ് ഇട്ടപ്പോൾ കുറച്ച് പേർക്കൊന്നും കയറാൻ പറ്റിയിരുന്നില്ല എന്ന് പേഴ്സണലി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ അങ്ങനെയുള്ളവർ സങ്കടപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നും 7 മണി തൊട്ട് 9 മണി വരെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ കളിക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ FFൽ ആക്റ്റീവായിട്ട് നിന്നിട്ട് എനിക്ക് റിക്വസ്റ്റ് ഇട്ടാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ടീം കോഡ് ഇടും 7 മണിക്ക്, കൃത്യം 7 മണിക്ക് ഇടും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കളിക്കുന്ന വീഡിയോസ് ഇനി ഓരോ പാർട്ടായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഭയങ്കര പ്രോ ആയിട്ട് കളിക്കുന്നവരായിരിക്കണം എന്നില്ല. പിന്നെയും അവർക്ക് കളിക്കാൻ അറിയില്ലെങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിൽ വരുന്നത് അവരുടെ ഒരു സന്തോഷമായിരിക്കും. ഞാനും അത്ര വലുതായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല. അപ്പോൾ എനിക്കതൊരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. ന്യൂബാണെന്നോ അങ്ങനെയൊന്നും ഞാൻ ആരെയും വിചാരിക്കാറുമില്ല. സോ ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ മാക്സിമം അവരെ നെഗറ്റീവ് പറയാതിരിക്കുക. അവർക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നിയേക്കാം. ഓക്കെ, അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അങ്ങനെ സംസാരിച്ച് നമ്മുടെ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 2 റൗണ്ടിൽ നമ്മൾ പോയി ഡിഫീറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ തോൽവി വിജയത്തിന് മുന്നോടിയാണെന്നാണല്ലോ പറയാറ്. എങ്ങനെ? അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മൾക്ക് വിക്ടറി അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ റൗണ്ട് തൊട്ടുള്ള റൗണ്ട് മൊത്തം പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബൂയ അടിക്കാൻ പറ്റും. സോ ഗൈസ്, നമുക്ക് നോക്കാം നമുക്ക് ബൂയ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പിന്നെ നമ്മുടെ ടീംമേറ്റ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല ഗൈസ്, അവർ അടിപൊളിയാണ്. നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ അതേണ്ട ഇറങ്ങി കളിക്കുവാണ്. അതിൽ നമ്മുടെ സ്ട്രേഞ്ചർ പോയി നോക്കായിട്ടുണ്ട്. ഏതായാലും ഞാനപ്പോൾ മേളിൽ കയറിയിരുന്ന് അവർക്ക് സപ്പോർട്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവർ ഇറങ്ങി കളിച്ചു. ഒരാൾ നമ്മുടെ ടീംമേറ്റ് ഔട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇറങ്ങി ചെന്ന് അവർക്ക് സപ്പോർട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ദേണ്ട ഞാനും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എനിമീൻസിനെ നോക്കുവാണ്. ഞാൻ എനിമിനെ ഒന്നും കാണുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വന്ന് ഒളിച്ചിരുന്നു. എനിമി ഏതെങ്കിലും സൈഡിൽ വരുവാണെങ്കിൽ അറ്റാക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട വീഡിയോയിൽ ഏതോ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, കുറേ നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടായിരുന്നു. അതായത് ഞാൻ ന്യൂബാണ്. അപ്പോൾ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഗൈസ് ഞാനൊരു പ്രോ പ്ലെയർ ആണെന്ന്. ഞാൻ അങ്ങനെ വലിയ പ്രോ പ്ലെയർ ഒന്നും അല്ല എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ അതെന്താണ് സംഭവം, ഞാൻ എങ്ങനെയാണ് ഗെയിമിങ്ങിലേക്കൊക്കെ വന്നതെന്ന് ഞാൻ Q&A വീഡിയോയിൽ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് തന്നെ നമ്മളൊരു Q&A വീഡിയോയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചോദിക്കാം. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഉടനെ തന്നെ ഒരു Q&A വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഈ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ 2-3 ടീംമേറ്റ്സ് ഒക്കെ പോയി നോക്കായിരുന്നു. പിന്നെ ഒരാളെ മാത്രമേ എനിക്ക് റിവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കാരണം സോൺ വന്നു. പിന്നെ ഒരാളെ മാത്രം വേഗം റിവൈവ് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരുത്തനും കൂടെ ഉള്ളൂ. ഇനി അപ്പുറത്തെ ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ നോക്ക് ചെയ്ത് ഫിനിഷ് എടുത്തിട്ടുണ്ട്. ഞാൻ കില്ലെടുക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ടീംമേറ്റ് അടിപൊളിയായിട്ട് വന്ന് ഫിനിഷ് ചെയ്ത് വിക്ടറി അടിപ്പിച്ചിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ തുടക്കം നമ്മൾ ഇവിടെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പോയിന്റ് നേടിയേക്കുവാണ്. ഇനി അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഗൈസ്. ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ഗെയിം ഞാൻ ഇതുപോലെ സ്പെക്ടേറ്റ് ചെയ്തിട്ട് കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയണം എന്നാണെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ, അത്യാവശ്യം കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നമുക്കൊരു റൂം ഇടാം. എന്നിട്ട് എല്ലാവരുടെയും കളി ഇതുപോലെ സ്പെക്ടേറ്റ് ചെയ്ത് കമൻറ്റ്സ് ഒക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നൊന്നും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും എത്രയും വേഗം ഇപ്പം സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ കളിക്കുന്നത് സെറ്റാക്കിയതുപോലെ ആ ഒരു കാര്യവും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് റൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പല വഴിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ തന്നെ ഫസ്റ്റ് കിൽ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ തപ്പി നടക്കുവാണ്. അപ്പോൾ അവിടെ കണ്ടവന് കുറച്ച് ഡാമേജ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വേറൊരുത്തൻ്റെ കറങ്ങി വരുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. പിന്നെ വേഗം തന്നെ ഞാൻ കറങ്ങി പോകുന്നുണ്ട്, കാരണം നമ്മുടെ ടീംമേറ്റ്സിനെ ഇല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ അവനും വന്നു. ഞാൻ വിചാരിച്ചു ഞാൻ നോക്കാവുന്നു, പക്ഷേ കുത്തിപ്പിടി ദൈവം സഹായിച്ചു. അതുകൊണ്ട് പിന്നെ വേഗം തന്നെ കുത്തിപ്പിടിച്ചവനെ നോക്ക് ചെയ്തിട്ടു ഗൈസ്.
അപ്പോഴത്തേക്കും എൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത് ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ജാസ്നും ഇവിടെ കിടന്ന് ഫൈറ്റ് എടുക്കുന്ന കണ്ടത്. പിന്നെ വേഗം സപ്പോർട്ടിന് ചെന്നു. പക്ഷേ അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് എൽഡ്രാഗോ വന്നിട്ട് അവനെ ഫിനിഷ് ചെയ്ത് വിക്ടറി എടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈലൈറ്റിൽ ക്ലൂലെസ് ആണ് ഗൈസ് നിൽക്കുന്നത്. ആ ഒരു റൗണ്ട് നമ്മളിതേ ഫിനിഷ് ചെയ്ത് വിക്ടറി അടിച്ച് അടുത്ത റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോഴും നമ്മളിതേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മെയിനായിട്ട് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് മഷ്റൂംസ്. 3 മഷ്റൂം നിർബന്ധമാണ് ഗൈസ്. പിന്നെ ഗ്ലൂ ആൾ, ഒരു 2 ഗ്ലൂ ആളെങ്കിലും എടുക്കണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം ആവില്ല. പക്ഷേ ഞാൻ അധികം ഗ്ലൂ ആൾ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ ഗ്ലൂ ആളിൻ്റെ കാര്യം മറന്നു പോകും ഗൈസ്. മിക്കവാറും കവർ എടുക്കാനായിട്ടാണ് ഞാൻ ഓർക്കാറ്. പിന്നെ ഈ ടീംമേറ്റ്സ് വല്ലതും നോക്കായി കിടന്നാൽ വേഗം ഓർത്താലിടും, അതേ ഉള്ളൂ. അല്ലാതെ ഗ്ലൂ ആൾ വെച്ചിട്ട് വലിയ ഉപയോഗമൊന്നും എനിക്കില്ല. ഞാൻ ഉപയോഗിക്കാറില്ല, അതാണ് കാര്യം. എന്നാലും ഞാനിങ്ങനെ എടുക്കും കേട്ടോ. എപ്പോഴാണ് ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ഗെയിമിൽ വെച്ച് ഓർക്കും, പക്ഷേ അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൂ ആൾ കാണത്തില്ല. അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മൾ വീഴ്ചകളിൽ നിന്ന് പഠിക്കുന്നതാണല്ലോ, അതുകൊണ്ട് പിന്നെ ഉപയോഗിച്ചാലില്ലെങ്കിലും 2 ഗ്ലൂ ആൾ അത് നിർബന്ധം. റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ നമ്മളെല്ലാവരും ഇതേ പല വഴിക്ക് പോകുന്നുണ്ട്. നമ്മളെല്ലാവരും അല്ല, ഞാൻ ഇങ്ങോട്ടും വന്നു, അവരെല്ലാം ഏകദേശം ഒരു സൈഡിലോട്ടും പോയി. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ കളിച്ചപ്പോൾ തന്നെ ഒരു വട്ടം ഞാൻ ഈ സൈഡിലോട്ട് വന്നു. പക്ഷേ അവിടെ എനിമി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ആ ഗ്രില്ലിന് അപ്പുറത്തായിട്ട്, ഗ്രില്ലല്ല, അവിടെ ഒരു വേലി പോലെ എന്തോ സാധനം കെട്ടി വെച്ചിട്ടില്ലേ, ഇത് ആ ഗ്രില്ല്, അതിന് അപ്പുറത്തായിട്ട് എനിമി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല ഗൈസ്, എന്നെ നോക്ക് ചെയ്തു. അതേ പിന്നെ ഞാൻ ഇവിടെ വന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് പോവാറ്. പിന്നെ നമ്മുടെ ടീംമേറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നാൽ പക്ഷേ ഒന്നിൻ്റെ ആവശ്യം വന്നില്ല. അവർ തന്നെ വേണ്ട എല്ലാം കഴിഞ്ഞതേ വിക്ടറി എടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എൽഡ്രാഗോ നമ്മുടെ ഹൈലൈറ്റ് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവരിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ്, സപ്പോസ് നമ്മളിപ്പോൾ നോക്കായി കിടന്നെന്ന് വിചാരിച്ചു, അവിടെ ഇപ്പോൾ എത്ര എനിമി ഉണ്ടെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ മാക്സിമം നമ്മളെ ഒരു മിനിറ്റ് ഗൈസ്, ആംബുലൻസ് പോകണം. ഓക്കെ, അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ മാക്സിമം നമ്മളെ റിവൈവ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കും. അതിപ്പോൾ ഈ ഒരു റൗണ്ടിൽ നിന്ന് മാത്രം പറയുന്നതല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2-3 റൗണ്ടൊക്കെ പോയായിരുന്നു. ഐ മീൻ 2-3 മാച്ചും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണിത്. നല്ലപോലെ ഒരു റിവൈവിങ് മൈൻഡുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഗൈസ് കീപ്പ് ഇറ്റ് അപ്പ്. ഞാൻ തന്നെ നമ്മുടെ ടീംമേറ്റ്സിന് സപ്പോർട്ടായിട്ട് ആനപ്പുറത്ത് കയറിയിരിക്കുന്ന പാപ്പാനെ പോലെ അതിൻ്റെ മുകളിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് എന്തോ കാണിച്ചാണ് താഴത്തോട്ട് നേരെ വീണു. പിന്നെ വേഗം തന്നെ ഓടി മേളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനൊരു സത്യം മനസ്സിലാക്കി, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തൊന്നും അല്ല എനിമീസ്, അപ്പുറത്തെ സൈഡിലാണ് ആ സ്ക്വാഡ് മൊത്തം നിൽക്കുന്നതെന്ന്. പിന്നെ വേഗം തന്നെ ടീമേറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റൊക്കെ എടുക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ സപ്പോർട്ട് പോകാമെന്ന്. അങ്ങനെ ഞാനും പോയതാണ്. പക്ഷേ മേളിൽ ഇരുന്ന ആളാണ് ഗൈസ് നോക്കായത്. പക്ഷേ ഞാൻ ഇവിടെ എനിമീനെ കണ്ടില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാനും നോക്കായിട്ടുണ്ട്, നമ്മുടെ ടീംമേറ്റും നോക്കായി ഗൈസ്. ഒറ്റ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്ത് പറയാനാ, ഫിനിഷായി. ഇപ്പോൾ 3-3 നിൽക്കുവാണ്, നമ്മൾ ഡിഫീറ്റ് അടിച്ചു. ഓക്കെ, അപ്പോൾ 3-3 നിൽക്കുവാണ്, നമ്മുടെ ഫൈനൽ റൗണ്ടാണ്. അപ്പോൾ ഈ റൗണ്ടാണ് ഇനി ആര് ബൂയ അടിക്കും ആര് തോക്കും എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു റൗണ്ട്. ഈ റൗണ്ടിലുള്ള നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഫൈനൽ റിസൾട്ടും. അപ്പോൾ എല്ലാവരും ഏതായാലും അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. സോ ഡിഫീറ്റ് അടിക്കുകയല്ല, വിക്ടറി അടിക്കാൻ, ബൂയ അടിക്കാൻ പറ്റും എന്നൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് ഏതായാലും നോക്കാം ഗൈസ്. അങ്ങനെ ഈ റൗണ്ടിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ മഷ്റൂംസ് ഒക്കെ ഓരോരുത്തരും മേടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ചെറിയ ഗൺ മുതൽ വലിയ ലോങ് റേഞ്ച് ഗൺ വരെയുള്ള എല്ലാ ഗണ്ണുകളും എടുത്തിട്ടുണ്ട്. കാരണം പൈസ ഇഷ്ടംപോലെ തരുമല്ലോ ഗരീന, അതുകൊണ്ട് പിന്നെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിമീസിനെയൊക്കെ നോക്കുവാണ്. അപ്പോഴത്തേക്കും ഒരാളുടെ ഹെൽത്ത് കുറച്ചിങ്ങനെ ഡാമേജ് ഒക്കെ കിട്ടി കുറഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്കും ഒരു ടെൻഷൻ, അയ്യോ തീർന്നോ, ഇല്ല. പക്ഷേ അവൻ വേണ്ട മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റിനെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നോക്ക് ചെയ്തു. എവിടുന്ന് അടി കിട്ടിയെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് വേഗം തന്നെ ഗ്ലൂ ആൾ ഇട്ടു. പിന്നെ ഞാൻ ഗ്ലൂ ആളിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് മറക്കുന്ന കാരണമാണ് ഞാൻ റിവൈവ് എങ്ങനെ ചെയ്യും എന്നോർത്തിരുന്നു. അപ്പോഴാണ് ഗ്ലൂ ആൾ ഓർത്തത്. പിന്നെ വേഗം തന്നെ ഗ്ലൂ ആൾ ഇട്ടു, എന്നിട്ട് റിവൈവ് ചെയ്ത് വിട്ടു ഗൈസ്. അപ്പോൾ അങ്ങനെ റിവൈവ് ചെയ്ത് വിട്ടിട്ട് അടുത്ത എനിമി എവിടെയെന്നും പറഞ്ഞ് നോക്കി നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ എൽഡ്രാഗോ അതും അങ്ങ് ഫിനിഷ് ചെയ്ത് റൗണ്ട് വിക്ടറി അടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ തന്നെ ബൂയ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇനിയും കുറേ പാർട്ടൊക്കെ വരുന്നതായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.